ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. ഇന്ന് നമ്മൾ ബയോളജി PYQ സീരീസിന്റെ 4ാമത്തെ സെഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻ സെഷൻസിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് നിന്നും പിറകിലോട്ടാണ് നമ്മൾ ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. കുരങ്ങ് പനിയായി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ കായ്സനൂർ ഫോറസ്റ്റ് ഡിസീസ്, ഓപ്ഷൻ ബി ജാപ്പനീസ് എൻസഫലൈറ്റിസ്, ഓപ്ഷൻ സി ഏവിയൽ ഇൻഫ്ലുവൻസ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നും അല്ല. പെട്ടെന്ന് പറഞ്ഞേ, എന്റെ ആൻസർ പെട്ടെന്നൊന്ന് പറഞ്ഞേടാ. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, കുരങ്ങ് പനിയായിട്ട് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, കായ്സനൂർ ഫോറസ്റ്റ് ഡിസീസ് ആണ്. മറക്കണ്ട, കുരങ്ങ് പനിയായിട്ട് അറിയപ്പെടുന്നത് കായ്സനൂർ ഫോറസ്റ്റ് ഡിസീസ്, കുരങ്ങ് പനി അല്ലെങ്കിൽ മങ്കി പോക്സ്. ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ് ആണ്. മൃഗത്തിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമായതുകൊണ്ട് ഇതൊരു സൂണോസിസ് ഡിസീസ് ആണ്. ഒരു വൈറൽ സൂണോസിസിന് ഉദാഹരണമാണ് മങ്കി പോക്സ് എന്ന് പറയുന്നത്. സൂണോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂണോസിസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു വൈറസ് ബാധിക്കുന്ന അസുഖമാണ്. അതുകൊണ്ട് തന്നെ മങ്കി പോക്സിന് നമുക്കൊരു വൈറൽ സൂണോസിസ് ഡിസീസ് എന്ന് നമുക്ക് വിളിക്കാം. മറക്കണ്ട, വൈറൽ സൂണോസിസ് ഡിസീസ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ഈ പോക്സ് എന്ന് പറഞ്ഞ പോക്സ് വിരിഡേ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസ് ആണ് നമുക്ക് ഈ മങ്കി പോക്സിന്റെ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കണം, വസൂരി എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, വസൂരി നമ്മൾ പിന്നെ സ്മാൾ പോക്സ് എന്ന് പറയുന്ന ഈ വസൂരിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വസൂരിക്ക് കാരണമാകുന്ന വൈറസിന്റെ ഒരു വിഭാഗമായ വൈറസ് ആണ് മങ്കി പോക്സ് വൈറസ് എന്ന് പറയുന്നത് കേട്ടോ. വസൂരിക്ക് കാരണമായ വൈറസിന്റെ അല്ലെങ്കിൽ വെരിയോള എന്ന് പറയുന്ന വൈറസിന്റെ ഒരു ഭാഗമായ വൈറസ് ആണ് എന്തെന്ന് പറയുന്നത്? മങ്കി പോക്സ് വൈറസ് എന്ന് പറയുന്നത്. ശരിക്കും ത്വക്കിനുണ്ടാകുന്ന അലർജി, അതുപോലെ സാധാരണ എല്ലാ അസുഖങ്ങൾക്കും വരുന്നത് പോലെ പനി, അതുപോലെ വീർത്ത ലിംഫ് നോഡുകൾ, ഇതൊക്കെയാണ് ഈ പറയുന്ന മങ്കി പോക്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ത്വക്കിലെ അലർജി, അതുപോലെ പനി, അതുപോലെ വീർത്ത ലിംഫ് നോഡുകൾ, ഇതാണ് മങ്കി പോക്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1970 എന്നുള്ളത് മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1970. അതുപോലെ ഈ മങ്കി പോക്സ് കൊണ്ടുള്ള ആദ്യത്തെ മരണം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. അപ്പോൾ കുരങ്ങുപനി അല്ലെങ്കിൽ മങ്കി പോക്സ് കാരണമാവുന്ന ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ എവിടെ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. ഒരു തൃശ്ശൂർ സ്വദേശിയാണ് വിദേശ രാജ്യത്ത് ഗൾഫ് കൺട്രിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നൊരു തൃശ്ശൂർ സ്വദേശിയാണ് മരണപ്പെട്ടത്. അപ്പൊ ഇത്രയും പോയിന്റ് നമ്മൾ ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ഒന്നാമത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം പദ്ധതി, അതുപോലെ മൃതസഞ്ജീവനി, അതുപോലെ ഹൃദ്യം, അതുപോലെ ആർദ്രം. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹൃദ്യമാണ് കേട്ടോ. ഹൃദ്യം. എന്താണ് ഹൃദ്യം പദ്ധതി എന്ന് ചോദിച്ചാൽ കറക്റ്റ് നമുക്ക് പറയാം, ഒരു നവജാത ശിശു, ജനിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞു മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹൃദയത്തിന്റെ വാൽവിന്റെ തകരാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹൃദ്രോഗമോ അവർക്കുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവം നടക്കുന്നതെങ്കിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ പറയുന്ന പരിശോധനയ്ക്ക് വിധേയമാക്കി അസുഖമില്ല എന്ന് ഉറപ്പുവരുത്തും. ഉണ്ടെങ്കിൽ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇതാണ് ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ഹൃദ്യം പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു സംഭവം. നമുക്കറിയാം, മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിയുന്ന ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അവയവം ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മൃതസഞ്ജീവനി പദ്ധതി എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, അതാണ് മൃതസഞ്ജീവനി പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു അസുഖം നമ്മൾ അതിനകത്ത് ഓപ്ഷനിലുണ്ട്, അമൃതം ആരോഗ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി. ശരിക്കും അമൃത ആരോഗ്യം പദ്ധതി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അതായത് ഒരു 30 വയസ്സിൽ കൂടുതലുള്ള വ്യക്തികളിൽ നിന്നും നമ്മൾ ഇപ്പോൾ അവർക്ക് പിന്നെ അമിതവണ്ണമോ അല്ലെങ്കിൽ പ്രമേഹമോ അല്ലെങ്കിൽ BP അല്ലെങ്കിൽ ഹൈ BP അല്ലെങ്കിൽ രക്തസമ്മർദ്ദമോ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ചിട്ട് അവർക്ക് ആ ഒരു തുടക്കത്തിൽ തന്നെ അത് ഉണ്ട് എങ്കിൽ അതിനെ കണ്ടെത്തി നിയന്ത്രിക്കാനായിട്ടുള്ള പദ്ധതിയാണ് അമൃത ആരോഗ്യം പദ്ധതി.
അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുകയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. 30 വയസ്സ് കൂടുതലുള്ള വ്യക്തികളെ നമ്മൾ ഈ പറയുന്ന അസുഖങ്ങളുണ്ടോ, രക്തസമ്മർദ്ദമോ അമിതവണ്ണമോ പ്രമേഹമോ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തിയതിനു ശേഷം അതിനെ കണ്ടെത്തി നിയന്ത്രിക്കുന്ന പദ്ധതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അമൃതം ആരോഗ്യം പദ്ധതി എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലടാ. താഴെ പറയുന്നവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ: 1 ഗോയിറ്റർ, 2 ക്രെറ്റിനിസം, 3 ഹൈപ്പോ തൈറോയിഡിസം. ഓപ്ഷൻ എ 1 മാത്രം ശരി. ആരോഗ്യ പ്രശ്നങ്ങളാണ് ചോദിച്ചത്, 1 മാത്രം. ഓപ്ഷൻ ബി 1ഉം 2ഉം. ഓപ്ഷൻ സി 3 മാത്രം. ഓപ്ഷൻ ഡി 1, 2, 3. നമ്മൾ മനസ്സിലാക്കേണ്ടത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള മൂലകമാണ് എന്തെന്ന് പറയുന്നത്, അയഡിൻ എന്ന് പറയുന്നത്. അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏത് എന്ന് ചോദിച്ചാലും അത് അയഡിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള മൂലകം അയഡിൻ. തൈറോക്സിന്റെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം ആര് തന്നെയാണടാ, അയഡിൻ തന്നെയാണ്. ഈ അയഡിന്റെ കുറവ് കൊണ്ട് തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയും. അങ്ങനെ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഭ്രൂണാവസ്ഥ, അതുപോലെ തൈറോക്സിന്റെ ഉൽപ്പാദനം ശരിക്കും എന്താ പറയുക, ഗർഭിണിയായ ഒരു സ്ത്രീയിൽ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത്, അതായത് ഗർഭിണിയായ സ്ത്രീയിൽ ഹൈപ്പോ തൈറോയിഡിസം സംഭവിക്കുന്നത് കുഞ്ഞിന് ക്രെറ്റിനിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം അയഡിന്റെ കുറവാണ്. അപ്പോൾ അയഡിന്റെ കുറവ് കൊണ്ട് ക്രെറ്റിനിസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന ആ ഒരു കണക്ഷൻ കൂടി അവിടെ ഓർത്തു വെച്ചേക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ഗോയിറ്റർ. എന്താണ് ഗോയിറ്റർ എന്ന് ചോദിച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കം, അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. കുഞ്ഞുനാളുമല്ലേ നമ്മൾ പറയാറുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കം അല്ലെങ്കിൽ അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കം, ഗോയിറ്റർ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 3 ഓപ്ഷനും എന്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷനാണ്, തൈറോയ്ഡ് അയഡിന്റെ അളവ് കുറയുന്നതുമായി കണക്റ്റഡ് ആണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. അതായത് തൈറോയിഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഗോയിറ്റർ ഉണ്ട്, ക്രെറ്റിനിസം ഉണ്ട്, അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് എന്നത് മറക്കണ്ട. ഇനി അടുത്തത് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, വിറ്റാമിൻ എ. സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് എന്ന് മറക്കണ്ട. വിറ്റാമിൻ ഇയുടെ പേര് ടോക്കോഫിറോൾ എന്നാണ്. വിറ്റാമിൻ ഇയുടെ പേര് ടോക്കോഫിറോൾ ആണ്. അതുപോലെ ലൈംഗികവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ ഇ പറയാം. ലൈംഗിക ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ചോദിച്ചാൽ അതും വിറ്റാമിൻ ഇ ആണെന്ന് പറയാം. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ചോദിച്ചാൽ അത് വിറ്റാമിൻ ഇ പറയാം. അപ്പോൾ വിറ്റാമിനുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നവജാത ശിശുക്കളിൽ വിറ്റാമിൻ ഇയുടെ കുറവ് കാരണം റെറ്റിനയ്ക്ക് കേട് സംഭവിച്ച് സ്ഥിരമായ അന്ധതയ്ക്ക് കാരണമാകും എന്നൊരു പോയിന്റ് കൂടി പഠിച്ചു വെക്കണം. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത നവജാത ശിശുക്കളിൽ റെറ്റിനയ്ക്ക് കേട് സംഭവിച്ച് സ്ഥിരമായ അന്ധതയ്ക്ക് കാരണമാകും. ഈ റെറ്റിനയ്ക്ക് കേട് സംഭവിച്ച് സ്ഥിരമായ അന്ധതയ്ക്ക് കാരണമാകുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ നമ്മളത് ആദ്യമായിട്ടാണ് പരീക്ഷ ഹാളിൽ കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഊഹത്തിൽ എഴുതി വെക്കുന്നത് ഓപ്ഷനിൽ വിറ്റാമിൻ എ ഉണ്ടെങ്കിൽ ആ എ ആയിരിക്കും. കാരണം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന ഒരു വിറ്റാമിൻ എ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് വിടാനുള്ള സാധ്യത ഉണ്ട്. ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വരുന്നത് നവജാത ശിശുക്കളിലാണ് എന്നതും മറക്കരുത്. അപ്പം നവജാത ശിശുക്കളിൽ വിറ്റാമിൻ ഇയുടെ തകരാറ് മൂലം എന്ത് സംഭവിക്കുന്നു? റെറ്റിനയ്ക്ക് കേട് സംഭവിച്ച് അത് സ്ഥിരമായ ഒരു അന്ധതയിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കും എന്ന പോയിന്റ് കൂടി പഠിച്ചു വയ്ക്കുക. അതുപോലെ ഈ വിറ്റാമിൻ ഇ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭക്ഷണങ്ങളിലൊക്കെ നമുക്ക് പറയാവുന്നത് മുട്ടയുടെ മഞ്ഞക്കരു,
അതുപോലെ സസ്യ എണ്ണകള്, അതുപോലെ മുളപ്പിച്ച ധാന്യകം. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചു മുളപ്പിച്ച ഗോതമ്പിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഏത്? അത് വിറ്റാമിൻ ഇ ആണ്. അതുപോലെ നിന്റെ ഹൃദയത്തിന്റെയും ത്വക്കിന്റെയും ഒക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാലും അവിടെ നമുക്ക് വിറ്റാമിൻ ഇ പറയാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കടാ. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ഓപ്ഷൻ എ, മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. ഓപ്ഷൻ ബി, കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഓപ്ഷൻ സി, പ്രസ്താവന എ ശരിയാണ്, എ മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി, പ്രസ്താവന എയും അതുപോലെ ബിയും ശരിയാണ്. പെട്ടെന്ന് ആൻസർ വരട്ടെ. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പ്രസ്താവന എയും ശരിയാണ്, ബിയും ശരിയാണ്. മറക്കരുത്. ഈ മലേറിയ അല്ലെങ്കിൽ മലമ്പനി അതിന് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് പ്ലാസ്മോഡിയം പ്രൊട്ടോസോവ എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പം മലേറിയയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് പ്ലാസ്മോഡിയം പ്രൊട്ടോസോവ എന്ന് പറയുന്നത്. മലേറിയ ബാധിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് പ്ലീഹ പറയാം, കരള് പറയാം, RBC പറയാം. പ്ലീഹ, കരള്, RBC. ഓർഡറും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പ്ലീഹ, കരള്, RBC. മലേറിയ പരത്തുന്ന കൊതുക് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത്. മലേറിയ അല്ലെങ്കിൽ മലമ്പനി പരത്തുന്ന കൊതുക് ഏത് എന്ന് ചോദിച്ചാൽ അത് അനോഫിലസ് കൊതുകാണ്. ഏറ്റവും അപകടകാരിയായ മലേറിയ ഏത് എന്ന് ചോദിച്ചാൽ അത് ഫാൽസിപാരം എന്ന് പറയുന്ന ഒരു മലേറിയയാണ് ഏറ്റവും അപകടകാരിയായ മലേറിയ. അപ്പൊ ഏറ്റവും അപകടകാരിയായ മലേറിയ എന്ന് പറയുന്നത് ഫാൽസിപാരം മലേറിയയാണ്. ഇനി മലേറിയ നമുക്ക് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നു. അതുപോലെ ഈ മലേറിയ, ഫാൽസിപാരം മലേറിയ വരുമ്പോൾ RBC നശിക്കുകയും മൂത്രത്തിൽ കൂടി ഡെഡായ RBC പുറത്തു പോവുകയും ചെയ്യുമ്പോൾ മൂത്രത്തിന്റെ കളർ ബ്ലാക്ക് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തെ നമുക്ക് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കാം. അപ്പം മലേറിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. നേരത്തെ ഒരു പേര് പറഞ്ഞു, ചതുപ്പ് രോഗം അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന അസുഖമാണ് മലേറിയ. മറക്കണ്ട, ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നു, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും മലേറിയ അറിയപ്പെടുന്നു. മലേറിയയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ പേര് ഓർത്തു വച്ചിരിക്കുന്നത് നല്ലതാണ്. മലേറിയയ്ക്ക് കാരണം അനോഫിലസ് എന്ന് പറയുന്ന കൊതുകാണെന്ന് കണ്ടെത്തിയ വ്യക്തി റൊണാൾഡ് റോസ് എന്ന് പറയുന്ന വ്യക്തിയും, മലേറിയയ്ക്ക് കാരണം പ്ലാസ്മോഡിയം എന്ന പ്രൊട്ടോസോവയാണ് എന്ന് കണ്ടെത്തിയത് അൽഫോൺസ് ലവേറൻ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. ഒരുപാട് പോയിന്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോവുക. മലേറിയയ്ക്ക് കാരണമെന്ന് പറയുന്നത് അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ആണ്. എന്നാൽ മലേറിയ പരത്തുന്ന കൊതുകെന്ന് പറയുന്നത് മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രൊട്ടോസോവയാണെന്ന് കണ്ടെത്തിയത് അൽഫോൺസ് ലവേറൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ 2 പോയിന്റ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏത്? പെട്ടെന്ന് പറഞ്ഞോ. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ്, സെറിബ്രമാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. എന്താണ് മസ്തിഷ്കം എന്ന് പറയുന്നത്? നിന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശകലന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് സെറിബ്രമാണ്, തലച്ചോറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശകലന അവയവമാണ് സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രത്തെ പ്രധാനമായിട്ടും നമ്മുടെ മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തെ പ്രധാനമായിട്ടും സെറിബ്രം, അതുപോലെ സെറിബെല്ലം, അതുപോലെ മെഡുല ഒബ്ലാങ്കേറ്റ, അതുപോലെ ഹൈപ്പോതലാമസ് എന്നിങ്ങനെ, അതുപോലെ തലാമസ് എന്നിങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന അവയവം ഏത്, അല്ലെങ്കിൽ തലച്ചോറിന്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും ഓർഡറിൽ പഠിച്ചു വെക്കാറുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. പലരും എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് സെറിബ്രത്തിന്റെ തൊട്ട് താഴെ സെറിബെല്ലമായിരിക്കില്ലേ എന്ന കണക്കിൽ എഴുതുന്നുണ്ട്. അതല്ല ശരിയായ ആൻസർ. സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്നത് തലാമസ് ആണ് എന്ന് മനസ്സിലാക്കുക. സെറിബ്രത്തിന്റെ താഴെ തന്നിരിക്കുന്നത് സെറിബ്രത്തിന്റെ താഴെ കാണപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം തലാമസ് ആണ് എന്ന് പറയാം. നിന്റെ സെറിബ്രത്തെ കുറിച്ച് പറഞ്ഞാൽ ഐച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. നിന്റെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് സെറിബ്രം പറയാം. നിന്റെ ഇന്ദ്രിയ അനുഭവങ്ങളൊക്കെ നിനക്ക് തരുന്ന തലച്ചോറിലെ ഭാഗം ചോദിച്ചാലും അത് സെറിബ്രമാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും നിന്നെ അല്ലെങ്കിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാവുന്നത് നിന്റെ സെറിബ്രമാണെന്ന് മറക്കണ്ട. മനുഷ്യന്റെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ അത് സെറിബ്രമാണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? അതുപോലെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് ഭാവന, ചിന്ത, ബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചാലോ അവിടെ നമുക്ക് പറയാം, ആരെ പറയാം? സെറിബ്രത്തെ പറയാം. പോയിന്റ് ക്ലിയർ അല്ലടാ? ഇനി സെറിബ്രത്തിന് 2 ഭാഗം നമുക്ക് പറയാം. ഒരു ബാഹ്യഭാഗമുണ്ട്, ഒരു ആന്തരഭാഗമുണ്ട്. ബാഹ്യഭാഗത്തെ നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഭാഗത്തെ നമുക്ക് കോർട്ടക്സ് എന്നും അകത്തെ ഭാഗത്തെ നമുക്ക് വിളിക്കാവുന്നത് മെഡുല എന്നുമാണ്.
പുറത്തെ ഭാഗത്തെ കോർട്ടെക്സ് എന്നും നമുക്ക് അകത്തെ ഭാഗത്തെ എന്ത് പേര് വിളിക്കാം? മെഡുല എന്നും വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ സെറിബ്രത്തിന്റെ അകത്തെ ഭാഗത്തെ മെഡുല എന്നും പുറത്തെ ഭാഗത്തെ എന്ത് പേര് വിളിക്കാം? കോർട്ടെക്സ് എന്നും വിളിക്കാം. അകത്തെ ഭാഗത്തെ മെഡുല എന്നും പുറത്തെ ഭാഗത്തെ നമുക്ക് കോർട്ടെക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, നമുക്ക് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ PSC പരീക്ഷകളുടെ ഏറ്റവും നട്ടലായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.